ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം മുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പ്രിയ സഹോദരന്മാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ അല്പസമയത്തിനുള്ളിൽ ഒരു ചെറിയ ചിന്ത തന്നെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 40-ാം അധ്യായം അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ. എൻ്റെ ജനത്തെ ആശ്വസിപ്പിൻ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളോട് ദൈവം അരുൾ ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞു, അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു. അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരമായി യഹോവയുടെ കയ്യിൽ നിന്നും ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവിൻ. കേട്ടു, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായി തീരണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ദൈവവചനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ശുദ്ധീകരണം, ജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു വഴിയായി നിമിത്തമായി സ്വർഗം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമാണ്. കേൾക്കുന്ന വചനങ്ങൾ അത് ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി, അതവരുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന ഒരു സ്വർഗീയ സാന്നിധ്യത്തെ, അനുഭവത്തെ ഈ വചനം ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ആശ്വസിക്കുവാൻ പറ്റുന്നത്, നമ്മളെ ആശ്വസിപ്പിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. നമുക്ക് ആശ്വസിപ്പിക്കുവാനും നമ്മളെ ആശ്വസിക്കുവാനും പറ്റുന്നവൻ അത് യേശുവിൽ മാത്രമേ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ നമുക്ക് ആശ്വസിക്കുവാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അതേ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്നേഹത്തെ കിട്ടുവാൻ സാധിക്കത്തില്ല. എന്നാൽ യേശുവിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയം വെക്കുമ്പോൾ അതേ ഒരു ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റിവളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് കളയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ആശ്വസിക്കുവാനും അത് എന്തെങ്കിലും സന്തോഷിക്കുവാനും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം ചെയ്ത, നമ്മുടെ കർത്താവ് ചെയ്ത നന്മകൾ കൊണ്ട് മാത്രമാണ്. അതേ മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ സഹോദര, നീ മരുഭൂമിയുടെ അവസ്ഥയിലൂടെയാണോ കൊണ്ടുപോകുന്നത്? നീ ഭയപ്പെടേണ്ട. അതേ, നിന്നെ തകർക്കുവാനല്ല, നിന്നെ മുടിച്ചു കളയുവാനല്ല, നിന്നെ മേന്മയുള്ള വസ്തുവാക്കുവാനാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിഞ്ഞെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും നീ തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാനേ. കഷ്ടങ്ങളിലും തകർന്ന അവസ്ഥയിലും കടന്നു പോകുമ്പോൾ ലോകത്ത് മനുഷ്യക്കാർ, സഹോദരന്മാർ, കൂട്ടുസഹോദരന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാം തള്ളിക്കളയുമ്പോൾ നീ ഭയപ്പെടേണ്ട. യേശു നിന്നെ കരുതുന്നവനാണ്. ആരുപേക്ഷിച്ചാലും, ആരും നിന്നെ തള്ളിക്കളഞ്ഞാലും, നിൻ്റെ അപ്പനും അമ്മയും ബന്ധുമിത്രാദികളും നിന്നെ തള്ളിക്കളഞ്ഞാലും, പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഒരു മാർഗവുമില്ല, ആത്മഹത്യയുള്ളെന്ന് പറയുന്ന ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ എൻ്റെ വലം കൈ കൊണ്ട് നിന്നെ താങ്ങും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങും. എന്നെ കേൾക്കുന്ന ദൈവജനം,
നിൻ്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിലോട്ട് കടന്നു പോകുന്നുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട. യേശു നിന്നെ പണിഞ്ഞ് ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റി ഒരു നല്ല പൊന്നാക്കുവാൻ അവൻ പദ്ധതിയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കണം. അതേ, തൻ്റെ കൂട്ടുകാരനെതിരെ ഞൊണ പറയുന്നവരായല്ല നമ്മൾ. കൂട്ടുകാരികൾക്കെതിരെ, ബന്ധുവിനോടെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചാൽ നീ മനസ്സിലാക്കണം, നിന്നെ ന്യായം വിധിക്കുന്നവനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളെ, ഇടുപ്പുകളെ, സംസാരങ്ങളെ സകലതും അറിയുന്നവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പ്രിയ സഹോദരന്മാരെ, നിൻ്റെ ജീവിതത്തിൻ്റെ പല വഴികളും അടയുവാൻ കാരണം നാം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ അടയുവാൻ കാരണം മറ്റുള്ളവനല്ല, ഞാനാണെന്ന് ആര് ഏറ്റെടുക്കുന്നുവോ വചനം വിടിവിക്കുന്ന വചനം നിൻ്റെ സമീപത്തായിരിക്കുന്നു. ഇരമ്യ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കൂട്ടുകാരനെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ലോകത്ത് അനേകർ കൂട്ടുകാരെ വിശ്വസിക്കുന്നു. എന്നാൽ നീ ദൈവത്തിൽ അധികമായി കൂട്ടുകാരനെ വിശ്വസിച്ചാൽ നീ ചതിക്കപ്പെട്ടവനായി, നീ വഞ്ചിക്കപ്പെട്ടവനായി, നീ തകർന്നവനായി മാറിപ്പോകും. എന്നാൽ നിൻ്റെ ആശ്രയം യേശുവിലാണെങ്കിൽ നിന്നെ വിടിവിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. ഇരമ്യ പ്രവാചനം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 4 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കൂട്ടുകാരിൽ ആശ്രയിക്കരുത്. നിങ്ങൾ ആശ്രയിക്കരുത്, സഹോദരനും ആശ്രയിക്കരുത്. സഹോദരൻ ഉപായം പ്രവർത്തിക്കുന്നു. ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞു നടക്കുന്നു. അവൻ ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനെ ചതിക്കുകയും സത്യം സംസാരിക്കുന്നില്ല. വ്യാജം സംസാരിക്കാൻ അവർ നാവിനെ അഭ്യസിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവവചനത്തിൻ്റെ ചെറിയ ചിന്തയാണ്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായി തീരണം. യെശയ്യാ പുസ്തകം അതിൻ്റെ 40-ാണ് 3-4 വാക്യമാണ് വായിച്ചത്. ചില വളഞ്ഞ വഴികൾ അത് മായ്ക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ വിടിവിക്കുന്നവനായ ഒരു യേശുവിനെ കാണുവാൻ സാധിക്കും. ഈ സഹോദരനെതിരെ, കൂട്ടുസഹോദരനെതിരെ നീ നുണ പറഞ്ഞാൽ നിനക്കെതിരെ പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. എൻ്റെ ദൈവം അവൻ സ്നേഹമുള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവനെപ്പോലെ സ്നേഹിക്കുവാൻ കഴിയുന്ന മറ്റാരുമില്ല. എന്നാൽ നിൻ്റെ സഹോദരനെതിരെ, നിൻ്റെ സഹോദരിക്കെതിരെ, നിൻ്റെ ജ്യേഷ്ഠത്തിക്കെതിരെ, നിൻ്റെ അമ്മയ്ക്കെതിരെ, നിൻ്റെ അമ്മായിയമ്മയ്ക്കെതിരെ, നിൻ്റെ മക്കൾക്കെതിരെ, സഹോദരന്മാർക്കെതിരെ, കൂട്ടുവിശ്വാസിക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ, അച്ഛന്മാർക്കെതിരെ, ഏത് വ്യക്തികളായിക്കോട്ടെ, അവർക്കെതിരെ നുണ പറഞ്ഞാൽ നിന്നെ പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കുവാൻ സാധിക്കണം. ഇരമ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, ഇത് നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതിരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ? പകരം ചെയ്യുന്ന, പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. അവൻ സ്നേഹമുള്ളവനാണ്. നുണ പറഞ്ഞ് നടക്കാതെ, നിൻ്റെ ജീവിതത്തിലുള്ള പല രോഗകാരണങ്ങളും നീ നുണ പറയുന്നത് കൊണ്ടാണ്. മറ്റുള്ളവനെ ശ്രേഷ്ഠനാണെന്ന് എണ്ണുവാൻ സാധിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഈ വചനം കേൾക്കുമ്പോൾ നീ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ സാധിക്കുന്നുവോ? യേശുവേ, നീ എന്നോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും താന്നും എല്ലാം നികന്നു വളഞ്ഞത് ചൊവ്വയായും
ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. അതേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദി ഹോളി സ്പിരിറ്റ് എന്ന യൂട്യൂബ് ചാനൽ അതേ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.